ഹായ് ഫ്രണ്ട്സ്, വിഷുവൊക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. വേറെ സന്തോഷം എന്ന് പറയാനാണെങ്കിൽ ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ ആദ്യമായിട്ടാണ് ഇങ്ങനെ സെലിബ്രേഷനൊക്കെ വെച്ച് കഴിക്കുന്നത്. പിന്നെ ഇന്നലെ രാത്രിയാണ് അമ്മ കേക്കൊക്കെ ഓർഡർ ചെയ്തത്. എൻ്റെ കസിൻ അദ്രിനാഥ് ഓൻ ചെന്ന് കേക്കും പിന്നെ പൊട്ടിക്കുന്ന സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അത് പൊട്ടിച്ചപ്പോൾ തന്നെ അച്ഛനാകെ ആർത്ത് സന്തോഷത്തിൽ, നല്ല സങ്കടത്തിലൊക്കെ ഇരിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കേക്കൊക്കെ മുറിച്ചു. പിന്നെ കേക്ക് എല്ലാവർക്കൊക്കെ കൊടുത്തു. പിന്നെ ആദ്യമായിട്ടാട്ടോ അച്ഛൻ്റെ ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ആയതുകൊണ്ട് അച്ഛന് അധികം സങ്കടം എന്തൊക്കെയാണ് വരുന്നതെന്ന് അച്ഛന് തന്നെ അറിയില്ല. പിന്നെ ഞങ്ങൾ തറവാട്ടിലാണ് എല്ലാ ആഘോഷങ്ങളൊക്കെ കഴിക്കുന്നത്. 2 വർഷം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്രാവശ്യം അടിച്ച് പൊളിച്ചാണ് ഞങ്ങൾ വിഷു എല്ലാം ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നത്. പിന്നെ ഞങ്ങളെ ഫാമിലിയിലത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് പറയാനാണെങ്കിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളെ കടയിൽ വർക്ക് ചെയ്യുന്ന താത്താൻ്റെ ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ വന്ന് അവർക്കും കേക്ക് കൊടുത്ത് അവർ നല്ല സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വിഭവങ്ങൾ എന്ന് പറയാൻ കുറേയൊന്നും ഇല്ലെങ്കിലും കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സദ്യയൊക്കെ വിളമ്പി എല്ലാവരും നല്ല സന്തോഷത്തിൽ സദ്യ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ വോയിസ് അത്ര അങ്ങോട്ട് ശരിയല്ല. അതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കണ്ടില്ലേ, ഇന്ന് ബർത്ത്ഡേ കൊണ്ട് അച്ഛമ്മ വാരി കൊടുക്കുകയാണ് വലിയച്ഛൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ എല്ലാവരും ഓരോന്നിങ്ങനെ കുശുമ്പ് പോലെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അമ്മേൻ്റെ വീട്ടിൽ പോവാൻ. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. എന്നിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും പോയിട്ടോ. എല്ലാവരും അമ്മേൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.